ഓഫർ പ്രൈസിൽ നമുക്ക് 95 രൂപ കൊടുക്കാം. 95,000 രൂപക്ക് ഈ വണ്ടി കൊടുക്കാം അല്ല. ഒന്നുമില്ല. അല്ല, ഓഫർ ചെല്ലുമ്പോ ആളുകൾക്ക് പേടിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങളുള്ള ഓഫറല്ല, അങ്ങനത്തെ ഓഫർ അല്ല. അല്ല, ഞങ്ങളിത് പുതിയ ഷോപ്പാണ്, സ്റ്റോക്ക് ഔട്ട് ആക്കാൻ വേണ്ടിട്ട് പുതിയ ഷോപ്പാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അത് പിന്നെ മാക്സിമം വണ്ടികൾ വിറ്റ് ഒഴിവാക്കാണ്. അതെ, സ്റ്റോക്ക് ഔട്ട് ആക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും 590 കൊടുക്കാം അല്ല. മാക്സിമം ലോൺ എത്ര കിട്ടും? 6 ലക്ഷം ഫുള്ളി ലോണ്. ഒരു നയ പൈസ വേണ്ട അല്ല. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 240 കൊടുക്കാം. നമുക്ക് 240 കൊടുക്കാം ഫുള്ളി ലോണ്. ഒന്നുമില്ല. മെക്കാനിക് ഒക്കെ നല്ല വണ്ടി, ഫുൾ ഫിറ്റ്, നല്ല വണ്ടി. കാരണം ചിമ്മിറ്റ് എടുക്കാന്നാ മുതലാളി പറയുന്നത്. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. അതും 2012 വണ്ടി. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളെ ഇതുവരെ കാണിക്കാത്ത ഒരു പുത്തൻ ഷോറൂമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. സാധാരണക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോറൂമാണ്. ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ്, ജനപ്രിയ വണ്ടികളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. ചെറുവണ്ടികളുണ്ട്, SUV ടൈപ്പ് ഉണ്ട്, സെഡാൻ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്. എല്ലാത്തരം വാഹനങ്ങളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. മോഡൽ കൂടിയ വണ്ടികളുണ്ട്, മോഡൽ കുറഞ്ഞ വണ്ടികളുണ്ട്. മാക്സിമം ഒരു 10-50,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റിയ വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിനടുത്തുള്ള ഒരു പുതിയൊരു ഷോറൂമാണ്. എന്നോടൊപ്പം ഉള്ളത് ഷഫീഖാണ്, ഇതിന്റെ ഓണറാണ്. ഷഫീഖ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? പിന്നെ മാക്സിമം എത്ര വണ്ടികളുണ്ട് സ്റ്റോക്ക്? 30 വണ്ടി ഉണ്ടാവും. 30 വണ്ടികളുണ്ട് അല്ലെ? ഏകദേശം എല്ലാ വണ്ടികളും ലോ ബഡ്ജറ്റ് വാഹനങ്ങളല്ലേ? മാക്സിമം ഫുള്ളി ലോണിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടികളുണ്ട് ഉണ്ടല്ലേ? ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ എങ്ങനെയായിരുന്നു? ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം. ഓക്കെ. ലൊക്കേഷൻ എങ്ങനെയാണ്? കുമ്മണിപ്പറമ്പ്, കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തല്ലേ? ME കോളേജ് പോലീസ് സ്റ്റേഷൻ ഒക്കെ അടുത്തുണ്ട്. ഓക്കെ. അതായത് കരിപ്പൂരിന് കുന്നുംപുറ റോട്ടിലാണ് ഈ സ്ഥാപനം ഉള്ളത്. പുതിയ ഷോറൂം അല്ലേ? നിങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ട് ഇതിപ്പോ ഒരാഴ്ച അത്ര ആയിട്ടുള്ളൂ അല്ല? അപ്പൊ നമുക്ക് ആദ്യമായിട്ട് സ്വിഫ്റ്റിൽ തന്നെ തുടങ്ങാം. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2014 മോഡൽ VDI. 14 വണ്ടി. VDI ആണ് ഓപ്ഷൻ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. ഡീസലാണ്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ലല്ലേ? ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ 1.5 ഓടിയിട്ടുണ്ടല്ലേ? മേജർ സർവീസ് ഒക്കെ? എല്ലാ സർവീസും ഓക്കെയാണ്. ഇനിയിപ്പോ പിന്നെ പണിയൊന്നും എടുക്കാനില്ല, ഒന്നും ചെയ്യല്ല, ഓടിച്ചാൽ മതി. ഓൾറെഡി വർക്കൊക്കെ എടുത്ത വണ്ടിയാണ്. എടുക്കുന്ന ആൾക്ക് എണ്ണടിക്കാൻ ഓടാന്നല്ലാതെ വേറെ പണിയില്ല. ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ എക്സ്ട്രാ ഫിറ്റ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് അല്ലെ? വേറെ തട്ടുമുട്ടൊന്നുമില്ല. എത്ര കൊടുക്കാം ബ്രോ ഇത്? 3.85 അലോയ്സ് ഒക്കെ കയറ്റിക്കണല്ലോ? അതെ. ഓക്കെ, 3.85 കൊടുക്കല്ലേ? മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? നമുക്കൊരു 10-30 ഉറുപ്പിക ഉണ്ടായാൽ മതി അല്ലെ? 30,000 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാറാണ്. അതും റയർ ഡീസലില് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇത് കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ് തന്നെ. എത്ര മോഡലായിരുന്നു? 19 വണ്ടി. ഓക്കെ. ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ 1.10 ഓടിയിട്ടുണ്ട്. മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. ഏതാ ഓപ്ഷൻ വരുന്നത്? ZDI പ്ലസ്. ZDI ആണ്. ZDI പ്ലസ് ആണ്. അലോയ്സ്, പുഷ്പടനൊക്കെ വരുന്നുണ്ട് അതില്? എല്ലാം ഉണ്ടല്ലേ? ഓക്കെ. 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി സെറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. എത്ര കൊടുക്കാം ബ്രോ? നമുക്ക് 6.80 കൊടുക്കാൻ വേണ്ടി. 6.80 കൊടുക്കാം. എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? 6ന്റെ മുകളിൽ ലോൺ ചെയ്യാനും പറ്റും. ഓക്കെ. മാക്സിമം ഒരു 10-30 രൂപ കാണേണ്ടി വരും. ഓക്കെ. ഇവിടെ ഒരു ഹുണ്ടായിന്റെ i20. ഇത് ഏതാണ്? ആസ്തയാണോ സ്പോർട്സ് ആണോ? മേഘന എക്സിക്യൂട്ടീവ്. മേഘന ആണ്. ഓക്കെ. എത്ര മോഡലാ? 2018 മോഡൽ. 18 വണ്ടി അല്ല? ഡീസലാണ്. ഡീസൽ. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.10 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. തട്ടുമുട്ട് പരിക്കൊന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ഓക്കെ. എത്ര ഇത് ആസ്കേനെ? ഇത് 5.30 ചോദിക്കുന്നുണ്ട്. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഏകദേശം 5 ലക്ഷം മുകളിൽ ലോൺ ചെയ്യാൻ പറ്റുമല്ലേ? ഏകദേശം ഫുള്ളി ലോണിൽ ഇറക്കാൻ പറ്റിയ വാഹനം കൂടിയാണ്. ഇവിടെ നല്ല ഖീരുമത്തിന്റെ ഒരു ജനപ്രിയ വണ്ടി, അതും റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു എക്സ്പ്രസോ അല്ലെ?
എന്താ കളർ അട്രാക്ഷന്. എങ്ങനെയായിരുന്നു ബ്രോ ഇത് മോഡല്? 2022 മോഡൽ VXi ഓപ്ഷനില്. 22 മോഡൽ VXi ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം അല്ല? അതെ. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടാവും വണ്ടി? 70,000 കിലോമീറ്റർ ഓടിന്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ആണ്. ഒരു ടെൻഷനും വേണ്ട അല്ല, സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി. വേറെ ഇടിമുത്തൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. മാനുവൽ വണ്ടിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ആസ്ക് ചെയ്യുന്നത്? 385 കൊടുക്കുക. മാക്സിമം 10-20 ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് ചെയ്യാൻ പറ്റും തന്നെ. കിണ്ണം പോലത്തെ ഒരു ആൾട്ട് 800 കാണിച്ചു കൊടുക്കുക. ഒരു ഗ്രേ കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ബ്രോ ഇത് എത്ര മോഡലായിരുന്നു? 2022 മോഡല്. 22 ഏറ്റവും ലേറ്റസ്റ്റ് അല്ലേ? VXi ആണ് ഓപ്ഷൻ വരുന്നത്. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് തന്നെ ഉണ്ടോ? മെയിൻ ക്ലാസ് ഉണ്ട്. മെയിൻ ക്ലാസ് ഒക്കെ റീപ്ലേസ് ഉണ്ട്. മേജറാ മൈനറാ? മൈനറാണ് അല്ലേ? ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മെക്കാനിക് ഫുൾ ഫിറ്റ്. എത്ര കൊടുക്കാം ഇത്? നമുക്ക് ഓഫറിൽ ഫുൾ ലോണിൽ കൊടുക്കാം. നമുക്ക് 3 ലക്ഷത്തിന് കൊടുക്കാം. 3 ലക്ഷം രൂപ കൊടുക്കുക, അതും ഫുള്ള് ലോണിൽ കൊടുക്കുക. 2022 വണ്ടി അല്ല? ഇവിടെ ഒരു ടൊയോറ്റന്റെ വണ്ടി ഇറ്റിയോസ് ലിവ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബോസ് ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? മോഡൽ 2015 മോഡല് VD. 15 മോഡലാണ്. VD ആണ്, മിഡിൽ ഓപ്ഷൻ ആണ് കേട്ടോ. അതെ. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? റീവണ്ടി അല്ലേ, കറക്റ്റ് പറയാൻ കഴിയില്ല. റീവണ്ടിയാണ്. ഓക്കെ. കേരള വണ്ടി അല്ല. വേറെ മെയിൻ ക്ലാസ് മറ്റേ റീപ്ലേസ് ഉണ്ടോ? ക്ലാസ് ഒന്നുണ്ടാവും. മെയിൻ ക്ലാസ് ഉണ്ട്. ഓക്കെ. വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക് ഒക്കെ എന്തുപാട്? നല്ല വണ്ടി. മെക്കാനിക് ഇതിൽ ടൊയോറ്റന്റെ വണ്ടീന്റെ വലിയ വിഷയാക്കണ്ട. നോക്കേണ്ട ആവശ്യമില്ല. എഞ്ചിന് കാര്യങ്ങളൊക്കെ പക്കായിരിക്കും. പിന്നെ മേജർ ഇടിയും കുത്തൊക്കെ ഉണ്ടാ നോക്കിയാൽ മതി അല്ല? ഓക്കെ. ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? എത്ര കൊടുക്കത്? ഇത് 410 കൊടുക്കാം. 410 കൊടുക്കുക. അതും 2015 ഇറ്റിയോസ് ലിവ. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടോ. ഇവിടെ ഒരു നല്ല കിദ്മത്തിന്റെ ഒരു സ്വിഫ്റ്റ് കാർ, അതും ഗ്രേ കളറിൽ വന്നിട്ടുള്ള വണ്ടി. ഡീസൽ അല്ലേ? പെട്രോളില് VXi ആണ് ഓപ്ഷൻ വരുന്നത്. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാ. നല്ല ക്വാളിറ്റി വണ്ടി. കണ്ണി ചിമ്മിട്ട് എടുക്കാം അല്ലെ? കണ്ണി ചിമ്മിട്ടും തുറന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇത് എത്രയാണ് ആസ്കിനെ? ഇത് 310 ചോദിക്കുന്നുണ്ട്. മാക്സിമം എത്ര പൈസ? 3 ചൂടാക്കി കൊടുക്കാൻ മതി. 3 താഴത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ലോണ് മാക്സിമം കയറും അല്ലെ? ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വന്ന് നോക്കിക്കോട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ, ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി അല്ലെ? കിഡാണ്, റിനോൾട്ടിന്റെ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ബ്രോ ഇത് മോഡല്? 2017 മോഡല്, 18 രജിസ്ട്രേഷൻ. 18 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എത്ര ഓടിയിട്ടുണ്ടാവും സാർ? ഇത് 1 ലക്ഷം. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല അല്ലേ? ഓക്കെ. നല്ല വൃത്തിയുള്ള ഒരു വാഹനം കൂടിയാണ്. എത്ര കൊടുക്കാം സാർ? ഇത് നമുക്ക് 280 കൊടുക്കാം. 280 കൊടുക്കാം അല്ല? ഓക്കെ. മാക്സിമം ലോണും ചെയ്യാം. ഏകദേശം ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ വാഹനം കൂടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു ഡിസയർ, അതും പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ. VXi ആണ് ഓപ്ഷൻ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല്? 2008 9 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. പുതിയ പേപ്പർ 28 വരെ ഉണ്ടാവും അല്ലെ? 29 വരെ പുതിയ പേപ്പർ ഉണ്ടാവും. അല്ല, പുതിയ പേപ്പർ ഒന്നല്ല, ഓൾറെഡി ഇപ്പൊ ഉള്ളത് അങ്ങനെയാണ്. അതിനുശേഷമാണ് പുതുക്കേണ്ടത്. പിന്നെ വണ്ടി എന്ത് പാട്? നല്ല ഹൈക്വാളിറ്റി വണ്ടി. മെക്കാനിക് ഒക്കെ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ്. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? 1 ലക്ഷം. 1 ലക്ഷം ഓടി. റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി പഴയതാണെങ്കിലും പുലിയാണല്ലേ? ഓക്കെ. എത്ര കൊടുക്കുക ഇത്? നമുക്ക് 180 കൊടുക്കാം. 180 കൊടുക്കാം. ലോണൊക്കെ കിട്ടുമോ ഇതിന്? ഇല്ല, കിട്ടൂല. ഓക്കെ. ഈ ബൊലേറോനോട് ക്രേസി ഉള്ള ഒരു വേഗം വന്ന് നോക്കിക്കോ. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? എത്ര മോഡലായിരുന്നു? 2014 മോഡൽ SLS. 14 മോഡലാണ്. SLX ആണ് ഓപ്ഷൻ വരുന്നത്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. എക്സ്ട്രാ ഫിറ്റ് ഒന്നും കേട്ടിട്ടില്ലല്ലോ? ഇല്ല. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ 1.4 ഓടിയിട്ടുണ്ട് അല്ലേ? ഇത് തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് ഉണ്ട്. പെട്ടി പീസാണ് കേട്ടോ. എത്ര ദിവസം ആസ്കീനെ? ഇത് 430 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കോ? ചെറിയ എന്തെങ്കിലും വില വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും?
4 ലക്ഷം രൂപ ലോണും കയറിട്ടുണ്ട്. 4 ലക്ഷം രൂപ ലോൺ കയറും. 10, 30, 40 ഉറുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അല്ലെ? ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി കേട്ടോ. ഇവിടെ നമുക്ക് ഹ്യൂണ്ടായിന്റെ i10, ഇത് ഓട്ടോമാറ്റിക്കാ മാനുവലാ? മാനുവല്, ഫുൾ ഓപ്ഷൻ വണ്ടി, അന്നത്തെ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി, മാനുവൽ വണ്ടി അല്ലേ? ഓക്കെ. എത്ര മോഡലായിരുന്നു? 2010 മോഡല്. 10 മോഡലാണ്. പേപ്പർ പുതിയ എടുത്തുക്കണ? എടുത്തല്ലേ? 11 രജിസ്റ്റർ ഉണ്ട്. ഓക്കെ. 5 കൊല്ലത്തെ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. വേറെ തട്ടുമുട്ടൊന്നുമില്ല അല്ല? നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി. കാരണം ചിമ്മിറ്റ് എടുക്കാൻ പറ്റുന്ന ബോസ് പറയുന്നത്. എത്ര കൊടുക്കാൻ പറ്റും? ഇത് 1.5 ചോദിക്കുന്നത് 1.45 കൊടുക്കുന്നത്. 1.45 കൊടുക്കല്ലേ? ഓക്കെ. ആവശ്യക്കാർ വരട്ടെ. വില എന്തെങ്കിലും ചെറിയ ഉണ്ടാവും. ഓക്കെ. ഇവിടെ ഒരു വാഗനർ കാണിച്ചു കൊടുക്കുക. 13 മോഡൽ VXi. 13 മോഡലാണ്, VXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വണ്ടി. എത്ര ഓടിയിട്ടുണ്ടാവും ഏകദേശം? ഇത് 90 ഓടിയിട്ടുണ്ട് അല്ലേ? തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇടിമുട്ടൊന്നുമില്ല. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. ബാക്ക് വൈപ്പർ ഒക്കെ വരുന്നത്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്നുണ്ട്. ഇതില് ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവേഴ്സ് കുറച്ച് പഴയതായിരിക്കണം, എന്നാലും കുഴപ്പമൊന്നുമില്ല, വൃത്തിയുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ. എത്രയൊക്കെ കൊടുക്കാം ബോസേ? ഇത് 2.60 കൊടുക്കാം. 2.60 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലെ? ഓക്കെ. ഇവിടെ വീണ്ടും ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ആൾട്ടോ 800 ആണ്. 2015 മോഡലാണ്. ഓക്കെ. ഇത് ഓപ്ഷൻ വരുന്ന ഏതാ? LXi ആണ് അല്ലെ? ഓക്കെ. ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ തട്ടുമുട്ട് ഇടികുത്ത് ഒന്നുമില്ല. ഓക്കെ. എത്ര കൊടുക്കത്? ഇത് 2.10 ചോദിക്കുന്നത് 2.5 കൊടുക്കാം. 2.5 കൊടുക്കാം. അതും 2015 വണ്ടി. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടാ. ഇവിടെ ഒരു കിണ്ണം പോലത്തെ ഒരു ഡിസൈർ കാണിച്ചു കൊടുക്ക അല്ലെ? 13 മോഡലാണ്. ഡീസൽ വണ്ടിയാണ്. നല്ല ബൂട്ട് സ്പേസ് ഒക്കെ ഉള്ള ഒരു വണ്ടി. നല്ല ഡ്രൈവ് ഒക്കെ ചെയ്യാൻ നല്ല സ്മൂത്താണ്. നല്ല വണ്ടിയാണ് ഡിസൈർ. 13 ആണ്. ഓപ്ഷൻ തന്നെ വീഡിയോ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, അത്യാവശ്യം 80% ഗ്രിപ്പുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഗ്രേ കളറാണ് വണ്ടി. വേറെ ഇടിയും കുത്തൊന്നും ഇല്ലല്ലോ? ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? 1.40 അവിടെ ഉണ്ട് അല്ലെ? ഇത് ലോക്ക് അയക്കണ്, കുഴപ്പമില്ല. ആരെങ്കിലും ആവശ്യക്കാർ ഇന്റീരിയർ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്താലേ കേട്ടോ. എത്ര ഇത് ആസ്ക് ചെയ്യണേ? ഇത് 3.25 ചോദിക്കുന്നുണ്ട് അല്ല? മാക്സിമം ഒരു 3 ലക്ഷം രൂപ ലോണും കിട്ടുമല്ലേ? 3 ലക്ഷത്തിനടുത്ത് കയറും. നമുക്കിത് 3 രൂപ ചോടാക്കി കൊടുക്കാം. നമുക്ക് വണ്ടി കൊടുക്കാം. 3 കുറച്ച് കൊടുക്കാം. വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി അല്ല? വിശ്വസിച്ച് എടുക്കാൻ, കണ്ണ് ചിമ്മിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ ഒരു കിരുമത്തിന്റെ വാഗനർ, നല്ല അടിപൊളി കളറാണ്, കോഫി ബ്രൗൺ കളർ. ഇത് എങ്ങനെയാണ് ബ്രോ മോഡല്? 2011 മോഡൽ സിംഗിൾ ഓണർ. 11 മോഡല്. ഏകദേശം ഈ കൊല്ലം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ടാവും അല്ലെ? 4 മാസം 5 മാസം ഉണ്ടാവും. 5 മാസം പേപ്പറുള്ള വണ്ടിയാണ്. പിന്നെ അതിന് ശേഷം പുതുക്കേണ്ടി വരും. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങള്? ഇടികുത്തൊന്നുമില്ല അല്ല? നല്ല ക്വാളിറ്റി വണ്ടി. ഓട്ടോ എത്ര ഉണ്ടാവും? ഓട്ടോ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. അതുപോലെ തന്നെ ഓപ്ഷൻ വരുന്നത് LXi. ഇത് 2 ഡോർ പവർ വിൻഡോ മാത്രം വരുന്നത്. എത്ര കൊടുക്ക ഇത്? ഇത് 1.60 ഫൈനൽ കൊടുക്കാം. 1.60 കൊടുക്കല്ലേ? ഇവിടെ ഒരു നിസാന്റെ ടെറാനോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. 85 ആണല്ലോ? എങ്ങനെയായിരുന്നു ഇത് മോഡല്? 2014 മോഡല്. 14 വണ്ടി. ഇത് കേരള വണ്ടി അല്ല? ഒറിജിനൽ കേരള. ഓക്കെ. എത്ര ഓടിയിട്ടുള്ള വണ്ടി? ഓട്ടോ 1.5 അടുപ്പിച്ചുണ്ടാവും. 1.5 അടുത്ത 1.4 ഓടിയിട്ടുണ്ടാവും അല്ലെ? ഓക്കെ. വണ്ടി എന്ത് പാട്? മെക്കാനിക് ഒക്കെ എന്ത് പാട്? കുഴപ്പമില്ല, ഫുള്ള് ഫിറ്റ് ആണല്ലോ? ഇന്റീരിയർ ഭാഗത്ത് നോക്കണമെങ്കിൽ ലോക്കാണല്ലോ ഇത്. അത് തുറന്നാളി. ഈ ഓണർഷിപ്പ് ഒക്കെ എത്രയുണ്ട്? ഓണർഷിപ്പ് തേർഡ് ആണല്ലേ? ഓക്കെ. ഈ കേരള വണ്ടിയാണ്. വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് ഒക്കെ ഫുൾ ഫിറ്റ്. എത്ര കൊടുക്കത്? ഇത് നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം. നമുക്കൊരു 3.10 വണ്ടി കൊടുക്കാം. 3.10 കൊടുക്കാം. 2014 വണ്ടി അല്ല? ആവശ്യക്കാർ വരട്ടെ. ഓക്കെ. ഡീസലില് 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു കിരുമത്തിന്റെ വണ്ടി. ഹോണ്ടന്റെ WRV ആണ്. അതും സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? 2017 VX ആണ്. VX എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ല? ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട്. കേരള വണ്ടിയാണോ ഇത്? അല്ല,
നമ്മുടെ നമ്പർ ഓൾറെഡി നമ്പർ ആയിട്ടില്ല, DL ആണ് വണ്ടി. നമ്പർ ആക്കിയിട്ടേ കൊടുക്കുള്ളൂ അല്ല, ആ പ്രൈസ് ആണ് നിങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ. 2017 വണ്ടി. വേറെ എന്തെങ്കിലും മേജർ കാര്യങ്ങള്, പ്രശ്നങ്ങള്? ഒരു ആക്സിഡന്റും ഇല്ല, ഒരു പ്രശ്നമില്ല, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഈ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഒന്നുമില്ല. അതർ സ്റ്റേറ്റ് വണ്ടിയാണെങ്കിലും മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല. കിലോമീറ്റർ കുറവോ, ഒന്നിന്റെ ചോടെ ഓടിക്കുള്ളൂ, ഒന്നിന്റെ ഉള്ളിലേ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ പറയാൻ കഴിയും തന്നെ? ഓ, അത്രയ്ക്ക് പക്ക വണ്ടിയാണ് കേട്ടാ. എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം, അത്രയ്ക്ക് പക്ക. സൺറൂഫ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. എത്ര കൊടുക്കാം ബ്രോ ഇത്? ഇത് നമുക്ക് 590 കൊടുക്കാം. 590 നമ്പർ ആക്കിട്ട് കൊടുക്കാം. അതും 2017 വണ്ടി അല്ല, ഡീസലില് പക്ക 25 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും അല്ല? കിട്ടൂലേ? കിട്ടും. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. ഇവിടെ നമുക്ക് ഹോണ്ടന്റെ ബ്രിയോ അല്ല, ബ്രിയോ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ലേഡീസ് പർപ്പസിനൊക്കെ പറ്റിയൊരു എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങൾ? 2012 മോഡൽ, 12 മോഡൽ, സെക്കൻഡ് ഓണർ. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ 80-90 അത്ര ഉണ്ടാവും അല്ല? വേറെ തട്ടുമുട്ടൊന്നുമില്ല? ഗ്ലാസ് പൊട്ടി കിടക്കുന്നത് മാറാണ്ട്. മെയിൻ ഗ്ലാസ് ഒറിജിനൽ ആണ്. ഗ്ലാസ് ചെറുതായിട്ട് ഒരു പൊട്ടിക്കണം, അതും മാറ്റേണ്ടി വരും. വേറെ ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, പിന്നെ 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു വണ്ടി അല്ലെ? സ്റ്റിയറിംഗ് കൺട്രോൾ ഒക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി സെറ്റ് ഉണ്ട്. അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എത്ര കൊടുക്കരുത്? നമുക്ക് 210 കൊടുക്കാം. 210 കൊടുക്കാം അല്ല? മാക്സിമം ലോണ് ഫുള്ള് കയറോ? ഒരു സ്കൂട്ടറിൽ പോകുന്ന ഫാമിലിക്ക് സ്കൂട്ടറിന്റെ അതേ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വണ്ടി അല്ലെ? AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, ഒരു ടെൻഷനും വേണ്ട. ഓപ്ഷൻ വരുന്നത് LXi ആണ് അല്ലെ? ആൾട്ടോ കാർ ആണ്. എങ്ങനെയാണ് ബ്രോ മോഡല്? 2012 മോഡൽ. 12 വണ്ടി, 27 വരെ പേപ്പർ ഉണ്ടാവും. വേറെ തട്ടുമുട്ട് ഒന്നുമില്ല. മെക്കാനിക് ഒക്കെ നല്ല വണ്ടി, ഫുൾ ഫിറ്റ്, നല്ല വണ്ടി. കാരണം ചിമ്മിട്ട് എടുക്കാന്നാ മുതലാളി പറയുന്നത്. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. അതും 2012 മോഡൽ, 12 വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. വില കുറയോ? വില ഇനി കുറയ്ക്കാനില്ല, ഇല്ലല്ലേ? ലാസ്റ്റ് ആണ്. ഓക്കെ. എന്നാലും കുഴപ്പമൊന്നുമില്ല. 2012 വണ്ടി 1.25 അല്ലേ ചോദിച്ചത്? തിരക്കില്ല. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളി. ഇവിടെ ഒരു എർട്ടിക കാണിച്ചു കൊടുത്താലോ? നമുക്കത് ഓഫറിൽ കൊടുത്താലോ? ഓഫറിൽ പൊട്ടിച്ചു കൊടുക്കാം. റമദാൻ ഓഫർ, പെരുന്നാൾ ഓഫർ എന്ന് പറയാം. പെരുന്നാൾ ആയില്ലേ? ഇനി അടുത്ത ആഴ്ച പെരുന്നാളാണ്. 2017 മോഡൽ ഹൈബ്രിഡ് വണ്ടി. 2017 ഹൈബ്രിഡ് ഡീസല്, അത്യാവശ്യം 20ന്റെ അടുത്ത് മൈലേജും ഒരു ടെൻഷനും വേണ്ട. എങ്ങനെയായിരുന്നു? വേറെ റീപ്ലേസ് ഒന്നുമില്ല. അല്ല, ഓഫർ ചെല്ലുമ്പോ ആളുകൾക്ക് പേടിയാണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും വെച്ചിട്ട്. അങ്ങനത്തെ ഓഫർ അല്ല അല്ല? ഞങ്ങളിത് പുതിയ ഷോപ്പാണ്, അത് സ്റ്റോക്ക് ഔട്ടാക്കാൻ വേണ്ടിട്ട് പുതിയ ഷോപ്പാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അത് പിന്നെ മാക്സിമം വണ്ടികൾ വിറ്റ് ഒഴിവാക്കാണ്. അതെ, സ്റ്റോക്ക് ഔട്ടാക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഇത് 1.20, 1.25 ഉണ്ടാവും. ഇത് മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിരിക്കണ്. വേറെ എടുക്കുന്ന ആൾക്ക് പണിയൊന്നുമില്ല. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് 6 ലക്ഷത്തിന് കൊടുക്കാം. 6 ലക്ഷം രൂപ കൊടുക്കാം. മാക്സിമം കുറച്ചു, കാരണം ചോടാക്കി 5-10 കുറച്ച് കൊടുക്കാം. 6ന്റെ പുറത്ത് ഒരു 5.80 കൊടുക്കാം. 5.90 കൊടുക്കാം. 5.90 കൊടുക്കാം അല്ല? മാക്സിമം ലോൺ എത്ര കിട്ടും? 6 ലക്ഷം ഫുള്ളി ലോണ്. ഒരു നയ പൈസ വേണ്ട അല്ല? ഓക്കെ. അപ്പൊ ആവശ്യക്കാര് വന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ നല്ലൊരു അടിപൊളി വാഗനർ കാണുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2016 മോഡൽ CNG കേട്ടോ, CNG പെട്രോൾ. CNG. ഇത് MH വണ്ടിയാണ് അല്ലെ? നമ്പർ ആക്കിട്ടേ കൊടുക്കുള്ളൂ. ഓക്കെ. 16 വണ്ടി. VXi ഓപ്ഷന് അല്ല, LXi. ഓക്കെ. ഓട്ടൊക്കെ ജെനുവിൻ ഉണ്ടാവും? അതൊന്നും പറയാൻ കഴിയില്ല, നമ്മള് പിന്നെ പറഞ്ഞിട്ട് ആരില്ല അല്ലെ? വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങള് ഒന്നുമില്ല. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 2.40 കൊടുക്കാം. 2.40 കൊടുക്കാം. ഫുള്ളി ലോൺ, ഒരു പൈസ വേണ്ട. ഫുള്ളി ലോണില് 2.40 നമ്പർ ആക്കിട്ട് തരും അല്ല? ഓക്കെ. ഇത് നമ്മൾ ലാസ്റ്റ് വണ്ടിയാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും ലൊക്കേഷന് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ആയിട്ട് ഒന്ന് അയച്ചു കൊടുത്താളി. പിന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2009 VXi. 9 മോഡൽ, 29 വരെ പേപ്പർ ഉണ്ടാവും. VXi ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. വണ്ടി എന്തുപാട്? മെക്കാനിക് കുഴപ്പമൊന്നുമില്ല. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്.
നമുക്ക് ഒരേ ഒരു ഓണറാണല്ലേ, ഒരു ടെൻഷനും വേണ്ട. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല. മെക്കാനിക് ഫുൾ ഫിറ്റ് എന്നാ ബോസ് പറയുന്നത്. ചെറിയ തണുപ്പ് കുറവുണ്ട്, ഗ്യാസ് ബില്ല്. ഓക്കെ, അത് നിങ്ങൾ ശരിയാക്കി കൊടുക്കൂലേ? എത്ര ഇത് ആസ്കേനെ? ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ നമുക്ക് 95 രൂപ കൊടുക്കാം. 95,000 രൂപക്ക് ഈ വണ്ടി കൊടുക്കാം അല്ല. 2009 29 വരെ പേപ്പറുള്ള ഒരു വണ്ടി. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ കേട്ടോ.